Good morning, everyone. NSS Arts and Science College, Paragoon, Department of English, College IQACU, Institute of Parliamentary Affairs, Government of കേരളയുമായി സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സെമിനാറിന്റെ ടോപ്പിക് is strengthening democracy and advancing social justice, the role of Indian Constitution. ജനാധിപത്യത്തിന്റെ ശാക്തീകരണവും സാമൂഹ്യ നീതിയുടെ അഭിവൃദ്ധിയും ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പങ്ക്. To begin, let's invoke the blessings of the Lord Almighty. എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും. മുക്തി തന്റെ ആ സ്വർഗരാജ്യത്തിലെ നാടൊന്നുണരണേ ദൈവമേ, എന്റെ നാടൊന്നുണരണേ ദൈവമേ. Welcoming the dignitaries on the dais and gathering has to be done by somebody whose presence itself is a welcome with a beautiful file. I invite none other than the seminar coordinator, Assistant Professor of English, Ms. Anjali R. to welcome her. വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാ മന്ത്രികൾക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സെമിനാറിന്റെ വിഷയം ജനാധിപത്യവും സാമൂഹ്യ നീതിയും ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയുടെ പങ്ക് എന്നതാണ്. ജനാധിപത്യം എന്ന വാക്ക് ഒരുപക്ഷെ നമ്മളെല്ലാവരും ആദ്യം കേൾക്കുന്നത് ഒരു ക്ലാസ് മുറിയിൽ നിന്നായിരിക്കും. അന്ന് എന്നെ സംബന്ധിച്ച് ഉറപ്പായും കുട്ടിയായിരുന്നപ്പോൾ ഡെമോക്രസി എന്നൊരു വാക്ക് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്. അന്ന് അതിന്റെ ഡെഫിനിഷൻ ഓർക്കാനുള്ള ഒരു എളുപ്പമാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അതായത് അതിന്റെ അർത്ഥവ്യാപ്തി ഒന്നും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. എബ്രഹാം ലിങ്കന്റെ ഫേമസ് ആയ ഒരു കൊട്ടേഷൻ എന്ന നിലയ്ക്ക് ഡെഫിനിഷൻ എന്ന നിലയ്ക്ക് നമ്മൾ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് ഡെമോക്രസിയെ അടയാളപ്പെടുത്തി ഓർത്തു വെച്ചിരുന്നു. പക്ഷേ കുറച്ചുകൂടെ മുതിർന്ന് ഇതേ ക്ലാസ് മുറികളിൽ തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഇടയിൽ തന്നെയാണ് ഈ ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നതിന്റെയൊക്കെ ആ ഒരു വ്യാപ്തി എന്താണ്, അത് എത്രത്തോളം മനോഹരമായ ഒരു ആശയമാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഇടയിൽ തന്നെയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ നീതി എന്ന കോൺസെപ്റ്റ് ആണെങ്കിലും തുടക്കകാലങ്ങളിൽ നമ്മുടെയൊക്കെ പരിമിതമായ പരിസ്ഥിതിയിൽ നിന്ന് ഭയങ്കരമായി മിസ്ഇന്റർപ്രറ്റ് ചെയ്തിരുന്ന ഒരു വാക്കൊക്കെയാണത്. അത് വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെമിനാർ ഇവിടെ നടത്തുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളിലേക്ക്, ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ ആശയങ്ങളുടെ മഹത്വം എന്താണെന്ന് എത്തിക്കേണ്ടത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ കടമ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സെമിനാർ ഇവിടെ നടത്താൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇനി രണ്ടാമതായി പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരമായി ശ്രമിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ചേർന്ന് ഒരു സെമിനാർ നടത്താനായിട്ട് പ്രൊപ്പോസലുകൾ നിരന്തരം അയച്ചിരുന്നതാണ്. അതും ഒരു മനോഹരമായ ഒരു കോൺഫിഡൻസ് എന്ന് പറയാം. ഭരണഘടന അതിന്റെ 75-ാം വർഷം തികയ്ക്കുന്ന ഇതേ വർഷം തന്നെ നമുക്ക് ഈ പരിപാടി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ഇവിടെ നടത്താൻ കഴിയുന്നു എന്നത് മനോഹരമായ ഒരു കോൺഫിഡൻസ് ആണെന്ന് പറയാം. അപ്പൊ അതിൽ കൂടുതൽ സന്തോഷമാണ് ആ
പാർലമെന്ററി അഫയേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ കൂടെ MLA ആയ മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ അത്രയും പ്രഗത്ഭനായ വ്യക്തിത്വം ഡോക്ടർ രാജനാരായണ സ്വാമി സാറും ഒക്കെ ഇന്ന് നമുക്ക് ഇവിടെ അതിഥികളായി എത്തുന്നു എന്നത് ഒരു ഇരട്ടി മധുരമാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പൊ കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കാം. ഇന്ന് നമ്മളുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായി ചേർന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമല്ല. അദ്ദേഹം നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ MV രാജേഷ് ആണ്. അദ്ദേഹം നമ്മുടെ കൂടെ MLA ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അതോട് കൂടുതൽ പറഞ്ഞ് ഞാൻ അധികമാക്കുന്നില്ല. മന്ത്രിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വളരെ തിരക്കുകളിലാണ്. ഈ അടുത്ത് തന്നെ നമ്മൾ തന്നെ സ്റ്റുഡൻസ് ഒക്കെ ആലോചന യോഗത്തിൽ പങ്കെടുത്തതാണ്. അപ്പൊ മനസ്സിലായ കാര്യമാണ് ഒന്നിനു പുറകെ ഒന്നായി വീക്കെൻഡുകളൊക്കെ വളരെ തിരക്കിട്ട ഒരു ഷെഡ്യൂളിലാണ് സാറ് ശ്രീ MV രാജേഷ് ഇവിടെ എത്തിച്ചേർന്നത്. വളരെയധികം സന്തോഷം. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരില് എല്ലാ നന്ദിയും അറിയിക്കുന്നു. അടുത്തതായി എനിക്ക് ഇവിടേക്ക് സ്വീകരിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ പാർലമെന്ററി അഫയേഴ്സ് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ശ്രീ ഡോക്ടർ രാജനാരായണ സ്വാമി സാറിനെയാണ്. അദ്ദേഹത്തെ ആ കയ്യിൽ നിന്ന് തന്നെ അറിയാം. കൂടാതെ ഇന്ന് രാവിലെ തന്നെയുള്ള സെഷനില് നമ്മുടെ കുമരേശൻ ചന്ദ്ര സാറ് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു നമ്മൾ എല്ലാവരും ഇൻസ്പിറേഷൻ എടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതൊരു സംശയമില്ല. ചെറിയ പ്രായത്തിൽ മുതലേ നമ്മൾ പലപ്പോഴും പത്രക്കെട്ടിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു പേരാണത്. റാങ്കുകൾ നേടുന്നതായിട്ടും എല്ലാത്തിനും എനിക്ക് തോന്നുന്നു അദ്ദേഹം അക്കാഡമിക് ഫീൽഡിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അത് ചെറിയ കുട്ടികളിലേക്ക് അടക്കം എത്തിച്ചേരണം എന്ന ആ ആഗ്രഹത്തോടു കൂടി വളരെ സിംപ്ലിഫൈ ചെയ്ത് അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങൾ എല്ലാം സമൂഹത്തിനാകെ മുതൽക്കൂട്ടായ ഒരു കാര്യമാണ്. അപ്പൊ സാറിന്റെ പ്രസൻസ് വളരെയധികം സന്തോഷം തരുന്നു. അതുകൂടെ സാറിന്റെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അടുത്തതായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിന്ധു ടീച്ചർ. നമ്മുടെ പ്രിൻസിപ്പലിനെ പറ്റിയും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഒരു കുടുംബാംഗമാണ്. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളിലും മുഴുവനായ സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ്. അധികം വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാനാവുന്ന ഒരു സ്നേഹവും നന്ദി അല്ല ടീച്ചറോടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ വാക്ക് സ്നേഹത്തോടെ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വീകരിക്കും. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെയധികം ആലോചനയോടെ നടത്തുന്ന ഒന്നാണ്. നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യവുമാണ്. ഈ ഒരു സെമിനാർ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള അക്കാഡമിക് സെമിനാറിന്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് മാറി വിദ്യാർത്ഥികളിലേക്ക്, അവരുടെ രക്ഷിതാക്കളിലേക്ക്, നാട്ടുകാരിലേക്ക് എത്തിച്ചേരണം എന്ന കൃത്യമായൊരു വിഷനോട് കൂടി പാർലമെന്ററി അഫയേഴ്സ് നടപ്പിലാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളിനകത്ത് വരണം എന്നുള്ളത് വളരെ നിർബന്ധപൂർവ്വം അവർ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്കാർക്കും പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ പരിപാടിക്കും ഇവിടെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഒരു പ്രതിനിധിയായി, നാട്ടുകാരുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ഷറഫുദ്ദീൻ കളത്തിൽ സാറിന് സ്നേഹത്തിന്റെ പട്ടിയിൽ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷും IQAC-യും സഹകരിച്ചാണ് നടത്തുന്നത് കോളേജ് തലത്തിൽ. ഇത് രണ്ടിന്റെയും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരിയായ വീണ ടീച്ചർ. വീണ ടീച്ചർ ഈ സദസ്സിലുണ്ട്. ടീച്ചറെ ഔപചാരികയുടെ പേരിൽ മാത്രം സ്വീകരണം അറിയിക്കുകയാണ്. കൗൺസിൽ സെക്രട്ടറി കൊമേഴ്സ് വിഭാഗം മേധാവിയായ ഡോക്ടർ ജയകൃഷ്ണൻ പി ആശംസ അർപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യും. ഓഫീസ് പ്രതിനിധിയായിട്ട് നമ്മുടെ ജ്യോതിഷേട്ടനുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രതിനിധിയായി വേദിയിരിക്കുന്നത് നമ്മുടെ ചെയർപേഴ്സണായ കാർത്തിക് രാജാണ്. അറിയാം എത്ര ചുറുചുറുക്കോട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. കാർത്തികിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. രക്ഷിതാക്കളുടെ പ്രതിനിധിയായി നമ്മുടെ വേദിയിലേക്ക് PTA പ്രസിഡന്റിനെ ആലോചിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം എത്തിച്ചേരാൻ സാധിക്കാത്തതാണ്. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ആബ്സെൻസിലും നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിട്ട് അറിയിക്കുകയാണ്. എന്റെ നിക്ഷിപ്തമായ ചെറുകളുടെ കഴിയാണ് ഈ സെമിനാർ എല്ലാവർക്കും ഉപയോഗപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, Miss. As
as the saying, Yada Raja Tatha Praja, without an efficient leadership, it is not possible for a team to achieve its optimum. I invite our beloved principal, Dr. Sindhu KP, to give the presidential address. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന നമ്മുടെ തന്നെ MLA, നമ്മളുടെ ഇന്നത്തെ സെമിനാറിന്റെ പാർലമെന്ററി വകുപ്പ് മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രി, അങ്ങനെ പല നിലകളിൽ ഒറ്റ വ്യക്തിത്വമായി നിൽക്കുന്ന നമ്മുടെ MB രാജേഷ് അവர்கள், നമ്മളുടെ ഇന്നത്തെ ഈ സെമിനാറിന്റെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണ്. ആ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന നമ്മളുടെ എല്ലാവരുടെയും സുഹൃത്തനായ ഡോക്ടർ രാജു നാരായണസ്വാമി അവർ, നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ അവർ, മറ്റ് എന്റെ സഹപ്രവർത്തകരെ, കുട്ടികൾ, ഇന്നത്തെ ദിവസം സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഈ കോളേജ് എന്ന് പറഞ്ഞത് 2016 സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ നാട്ട് അക്രഡിറ്റേഷൻ പോകേണ്ട ഒരു കാലയളവ്. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും IPSCയും ചേർന്ന് നമ്മളുടെ ഈ പാർലമെന്ററി അഫയേഴ്സ് സെമിനാറിന് ക്ഷണിച്ചപ്പോൾ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നല്ലതാണ്, നമുക്ക് വളരെ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നെല്ലാം നമ്മൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഈ വർഷം കൊടുത്തപ്പോൾ നമുക്ക് പ്രതീക്ഷ ഇത്തരം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമുക്കറിയില്ല. കാരണം നമ്മുടെ കോളേജിന്റെ സ്ട്രെങ്ത് ആകെ 3 കോഴ്സ് മാത്രമുള്ള നമ്മുടെ കോളേജിലേക്ക് ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് സെമിനാർ വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായി. പക്ഷെ ആദ്യ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പാർലമെന്ററി കാര്യ അഫയേഴ്സിന്റെ മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ തൃക്കാല MLA ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും നമ്മളുടെ ഈ കോളേജ് എന്ന് പറയുന്നത് മണ്ഡലത്തിലെ ഒരു എയ്ഡഡ് കോളേജ് ആണല്ലോ. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ടാണ് IPSC കോർഡിനേറ്ററായ വീണ്ടും ടീച്ചറും അഞ്ജലി ടീച്ചറും ഈ പ്രൊപ്പോസലിനെ കുറിച്ച് പറഞ്ഞത്. ദൈവാധീനം എന്ന് തന്നെ പറയേണ്ട ഒരു വാക്കാണ് അത്. പ്രൊപ്പോസൽ അത് കിട്ടി, അത് തന്നു. പക്ഷെ അതിന്റെ ഒപ്പം അടുത്തൊരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ പോലെ നിൽക്കുന്നത്, നമ്മൾ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ മന്ത്രി അതിന് സമ്മതിക്കുകയും ഒപ്പം നമ്മളുടെ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി നമുക്കൊപ്പം വരും ചേരും എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നമ്മളുടെ ഈ കോളേജിന് ഈ ഒരു നിലയിൽ ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പറ്റിയല്ലോ എന്നുള്ളത് കൊണ്ട് ആദ്യമേ ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനും IPSCക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുക്കാൻ തോന്നിയ ആ ഒരു സാഹചര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മളുടെ എൻലൈറ്റ് എന്ന് പറയുന്ന തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളിലും നമ്മൾ ഭാഗമാവാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ നാഗശ്ശേരി സർവീസ് എന്ന ഹോളിൽ വെച്ച് നടന്ന സ്റ്റുഡൻസ് പാർലമെന്റിന്റെ ആ ഒരു മീറ്റിംഗിലും നമ്മുടെ കോളേജിൽ നിന്ന് പ്രതിനിധിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മളുടെ കുട്ടികൾക്ക് അവസരമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെമിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് strengthening democracy and advancing social justice, the role of Indian Constitution എന്നാണ്. നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനാധിപത്യത്തെയും സാമൂഹിക നീതിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സെമിനാറുകൾ അറ്റൻഡ് ചെയ്ത് ഈ സ്റ്റുഡൻസ് സഭ പോലെയുള്ള ആ സഭകളിൽ പോയി മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരികയാണ്. നമ്മൾ കേട്ടു വളർന്ന പലരും വ്യാഖ്യാനിച്ചും ദുർവ്യാഖ്യാനിച്ചും കേട്ട ഭരണഘടനയെ ഒന്ന് നല്ല രീതിയിലേക്ക് നമ്മളുടെ കുട്ടികളുടെ ഇടയിലേക്ക് എത്തിച്ചേരാൻ ഈ പറയുന്ന പോലെ ഈ ഒരു സെമിനാറിന്റെ ഉദ്ദേശശുദ്ധിയായ പാരന്റ്സിന്റെ ഇടയിലും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരാൻ ഇങ്ങനെയുള്ള ബൗദ്ധികമായ വിനിമയങ്ങൾ വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ ഈ
നിങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവത്തോടുകൂടി കണ്ട് അതിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. കൂടാതെ ഇന്നിവിടെ FTSTയുടെ ഒരു ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട്. കാരണം സ്റ്റുഡൻസ് പാർലമെന്റ് പോലെ തന്നെ അടുത്ത കുട്ടികളുമായി അടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ് നമ്മുടെ FTST എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള കുട്ടികളായിട്ട് മാറാൻ ഇങ്ങനെയുള്ള സെമിനാറുകളും ഇങ്ങനെയുള്ള സഭകളും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സെമിനാറിന്റെ എല്ലാ ഉദ്ദേശശുദ്ധിയോടും കൂടി ഈ ഒരു സെമിനാറിന്റെ ഭാഗമായി എല്ലാവരും ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവസരം തന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാ രീതിയിലും ഈ ഒരു സെമിനാർ വിജയമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് എന്റെ വ്യക്തിപരമായ പേരിലും കോളേജിന്റെ പേരിലും തുടക്കത്തിൽ തന്നെയാണെങ്കിലും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ Thank you, Miss. Next is the inaugural ceremony. നമ്മളിന്ന് ഉദ്ഘാടനം നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അനാച്ഛാദനം ചെയ്ത് പ്രിൻസിപ്പലിന് ശ്രീ MV രാജേഷ് കൈമാറിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടനം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്കായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP സിന്ധു, മുഖ്യാതിഥി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി IAS, സ്വാഗതം ആശംസിച്ച സെമിനാർ കോർഡിനേറ്റർ അഞ്ജലി R, ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷർഫുദ്ദീൻ കളത്തിൽ, ഡോക്ടർ ജയകൃഷ്ണൻ, Mr. Karthik Raj, Chairman, College Union, Sri Jyotish Kumar, Sri Venu Govindan, Sri Veena, പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, NSS ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി വളരെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കുകയാണ്. ഈ കോളേജിൽ വന്ന് നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം മലപ്പുറം NSS കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിൽ ഒരു പങ്ക് എനിക്കും വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനന്ന് തൃത്താലയുമായിട്ടൊരു ബന്ധവുമുള്ള ആളല്ല, തൃത്താലയിലെ ജനപ്രവൃത്തിയല്ല, എന്നെ പാലക്കാട് MP ആണ്. പാലക്കാട് MP ആയിരിക്കെ തൃത്താലയിലെ NSS കോളേജുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും വന്ന സമയത്ത് അന്ന് ഇടപെടുകയും അത് പരിഹരിക്കുകയും കോളേജ് യാഥാർത്ഥ്യമാക്കാൻ ഒരു ചെറിയ സംഭാവന നൽകുകയും ചെയ്തത് ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തും ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുവെന്ന് മാത്രം. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാറിന്റെ ഏകദിന സെമിനാറിന്റെ വിഷയം സ്ട്രെങ്തനിങ് ഡെമോക്രസി ആൻഡ് അഡ്വാൻസിംഗ് സോഷ്യൽ ജസ്റ്റിസ് ദ റോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ്. പ്രസംഗിക്കാൻ വളരെ സന്തോഷവുമുള്ള വിഷയമാണ്. ദീർഘമായിട്ട് പ്രസംഗിക്കാൻ സാധ്യതയുമുള്ള ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ചില ഉത്തരവാദിത്വങ്ങളും പ്രത്യാന്തര ബാഹുല്യങ്ങളും നിമിത്തം ജനാധിപത്യത്തെ കുറിച്ച് അധികം സംസാരിക്കാൻ സമയമില്ല എന്നതാണ്
ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സംസ്ഥാനക്കാരൊക്കെ പലതവണ എൻ്റെ പ്രസംഗം ധാരാളം കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ തമ്മിൽ പുറത്തു നിന്ന് കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. പക്ഷെ നമുക്കൊരു മുഖ്യ അതിഥി എന്നിവരുണ്ട്. അത് ഡോക്ടർ രാജുനാരായണസ്വാമി സാറ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ പ്രഭാഷകൻ കൂടിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന് പ്രഭാഷണം അങ്ങയുടെ വകയാണ്, ഞാനൊരു ചെറിയ ഉദ്ഘാടന പ്രസംഗം നടത്തി പോവുകയുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ പിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. കാരണം അത് കേൾക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതേസമയം സമയമില്ലാത്തതുകൊണ്ട് ഈ ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളുടെ അവകാശങ്ങളെ കുറിച്ചാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ കണക്കിൽ പെടുന്നതും പെടാത്തതുമായിട്ടുള്ള അനേകം ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സാധാരണഗതി 24 ദിവസം വന്നാൽ അത്രമാത്രം പരിപാടികൾ മറ്റ് കാര്യങ്ങളിലൊക്കെ അറ്റൻഡീസ് വരുന്നത് കൊണ്ട് അധികം സമയം ചെലവഴിക്കാനില്ല. പക്ഷെ തീർച്ചയായിട്ടും ഡോക്ടർ രാജുനാരായണസ്വാമിയുടെ പ്രഭാഷണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു വിലപ്പെട്ട അനുഭവമായിരിക്കും. നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഭരണഘടനയ്ക്ക് 75 വർഷം തികയാൻ ഇനി ഒരാഴ്ച. ഈ ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന 75 വർഷം പൂർത്തിയാക്കുകയാണ്. ഭരണഘടനയുടെ ശക്തിയും കരുത്തും എന്താണ് എന്ന് ചോദിച്ചാൽ 75 വർഷം അത് നിലനിന്നു എന്നതാണ്. 75 വർഷം ആ ഭരണഘടന നിലനിന്നതുകൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലനിന്നത്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ സാധാരണമായിട്ട് നിസ്സാരമായിട്ട് തോന്നാം. ഈ 75 വർഷത്തിനിടയിൽ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് എത്രമാത്രം രാജ്യങ്ങൾ ഇല്ലാതായിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. എത്ര രാജ്യങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട്, എത്ര രാജ്യങ്ങളുടെ അതിർത്തി വരകൾ മാറ്റി വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. പനന്തൂരിക്കാലത്ത് കവിത സ്നേഹരാജ്യം, ഈ രാജ്യത്തിന്റെ അതിർത്തികൾ മാറുന്നതിനെ കുറിച്ച്, അതിർത്തികളില്ലാത്ത സ്നേഹത്തിന്റെ രാജ്യത്തെ കുറിച്ചുമുള്ള ഒരു വളരെ മാനവികമായ സങ്കല്പം കൊണ്ടുവരുന്ന ആ കവിത എഴുതിയത് രാജ്യസ്നേഹത്തെ കുറിച്ചുള്ള അസഹനീയമായിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഉയർന്നു വന്ന ഒരു സമയത്ത് അടുത്ത കാലത്ത് എഴുതിയ കവിതയാണ്. കാരണം അതിർവരമ്പുകളെല്ലാം മനുഷ്യരുണ്ടാക്കുന്നതാണ്. രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ മനുഷ്യരുണ്ടാക്കുന്നതാണ്. ചരിത്രത്തിൽ പല രാജ്യങ്ങൾ ഉണ്ടാവുകയും പല രാജ്യങ്ങൾ ഒഴിഞ്ഞു പോവുകയും ഇല്ലാതാവുകയും പുതിയ രാജ്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ 75 വർഷമായിട്ട് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുന്നു എന്ന് ചെറിയ കാര്യമേ അല്ല. 47 ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ നമ്മളിൽ നിന്ന് തന്നെ വിഭജിക്കപ്പെട്ടു പോയ രാജ്യമുണ്ട് അപ്പുറത്ത് അയൽപ്പക്കത്തുണ്ട്. ആ രാജ്യത്തിന് 4 നൂറ്റാണ്ട് ഒരുമിച്ച് നിൽക്കാനായില്ല. 4 നൂറ്റാണ്ട് അപ്പോഴേക്കും അത് 2 മാറി. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുന്ന മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയുണ്ടായി. അതിന്റെ ഉറച്ച ദൃഢമായ അടിത്തറയിലാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തതും നിലനിന്ന് വന്നത് ഇത്രയും കാലം. ഭരണഘടനയുടെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ മതനിരപേക്ഷതയും ജനാധിപത്യവുമാണ്. ഭരണഘടനയുടെ സത്ത മുഴുവൻ ആമുഖത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആമുഖം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അർത്ഥവത്തായി ഞാൻ ആ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. എന്താണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത്? We the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure it all its citizens. 4 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഇക്വാലിറ്റി, മറ്റൊന്ന് ലിബർട്ടി, ജസ്റ്റിസ്, ഫ്രാറ്റർണിറ്റി. ഈ 4 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ആമുഖത്തിലുണ്ട്. ഭരണഘടന ഇന്ത്യക്ക് പൗരന്മാർക്ക് എന്ത് വാഗ്ദാനം ചെയ്യുന്നു എന്നത് ആമുഖത്തിലുണ്ട്. അതുകൊണ്ട് ഭരണഘടനയുടെ മുഴുവൻ സത്തയാണ് ആമുഖം എന്ന് പറയുന്നത്. എന്താണ് അടിസ്ഥാന തത്വങ്ങൾ? The people of India having solemnly resolved to constitute India into a sovereign, secular,
സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതാണ് അടിസ്ഥാന തത്വം. ഈ അടിസ്ഥാന തത്വങ്ങളിലാണ് ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രത്തെ ഭരണഘടന കെട്ടിപ്പടുക്കുന്നത്. പരമാധികാര മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അത് അടിസ്ഥാന തത്വമാണ്. ആ റിപ്പബ്ലിക് എന്താണ് അതിന്റെ പൗരർക്ക് വാഗ്ദാനം ചെയ്യുന്നത്? ഒന്ന് ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഫ്രാറ്റർണിറ്റി. ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളെ കുറിച്ചും ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അംബേദ്കറുടെ അതിഗംഭീരമായ പ്രസംഗങ്ങൾ 4 തമ്മിലുള്ള പാരസ്പര്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നില്ലാതെ മറ്റൊന്നില്ല, ഒന്നും വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. സമയത്ത് ഞാൻ ആ പ്രസംഗത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. എങ്ങനെയാണ് ലിബർട്ടി ജസ്റ്റിസ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ലിബർട്ടി ജസ്റ്റിസ് ഇക്വാലിറ്റി തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇതെല്ലാം ഫ്രട്ടേണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നമ്മുടെ വിഷയം അതാണ്, സോഷ്യൽ ജസ്റ്റിസിനെ എങ്ങനെ തന്നെ മനസ്സിലാക്കും. ഇതെല്ലാം പാരസ്പര്യം ഉള്ളതാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നതാണ്. അപ്പോൾ ആ ഭരണഘടന നേരത്തെ പറഞ്ഞ ദൃഢമായ അടിത്തറയിൽ അടിസ്ഥാന തത്വങ്ങളിൽ ഭൂമിയ ഭരണഘടനയുടെ ബലത്തിലാണ് ഇന്ത്യ എന്ന രാജ്യം 3/4 നൂറ്റാണ്ട് അതിജീവിച്ചത്. 3/4 നൂറ്റാണ്ട് രാജ്യം നിലനിൽക്കുക എന്നത് ചെറിയ കാര്യമല്ല. അനേകം വലിയ രാജ്യങ്ങൾ ശിഥിലമായി പോയിട്ടുണ്ട്, വലിയ രാജ്യങ്ങൾ പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യം തന്നെ വിഭജിക്കപ്പെട്ട ഒരു രാജ്യമാണ് 47. എന്തുകൊണ്ടാണ് അതിനുശേഷം വന്ന രാജ്യത്തിന് നിൽക്കാൻ കഴിയാതിരുന്നത്? അതൊരു മതരാഷ്ട്രമായിരുന്നു എന്നതുകൊണ്ടാണ്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ പാഠം അത് ആധുനിക ജനാധിപത്യത്തിന്റെ പാഠമാണ്. ആധുനികമായ രാഷ്ട്രങ്ങളൊന്നും ആ രാഷ്ട്രങ്ങളെ ഒന്നും നിർമ്മിക്കുന്നത് ഒന്നിപ്പിക്കുന്നത് മതമല്ല, മതനിരപേക്ഷതയാണ് എന്നതാണ്. എന്നാൽ രാഷ്ട്രത്തെ നേഷൻഹുഡിനെ നിർണ്ണയിക്കുന്നത് എന്താണ്? അത് മതമല്ല, മതനിരപേക്ഷതയാണ്. മതത്തിന്റെ മുകളിൽ നിന്ന ഒരു രാജ്യത്തിനും ഒന്നായിട്ട് അധികാരം നിലനിൽക്കുന്നില്ല. അവരെല്ലാം എന്തുണ്ടായിട്ടുണ്ട്? ആഭ്യന്തര യുദ്ധമുണ്ടായിട്ടുണ്ട്, നരകമായിട്ട് അത് മാറിയിട്ടുണ്ട്, മനുഷ്യർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചോരപ്പുഴകൾ ഒഴുകിയിട്ടുണ്ട്, അവസാനം കഷ്ണമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഒരു പാറപ്പുറത്ത് ഒരു ചില്ലുപാത്രം പോയി ഉടയുന്നത് പോലെ പറഞ്ഞ രാജ്യങ്ങളുടെ ശിഥിലമായി തീർന്ന രാജ്യങ്ങളുടെ അനേക ചിത്രങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇനിയും വരെയുണ്ട്. രാജ്യങ്ങളുണ്ട്. ഇറാഖിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കുർദിസ്ഥാനായിട്ടും അതുപോലെ ഷിയാകൾക്കും സുന്നികൾക്കും ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായിട്ടും തെളിച്ച അനുഭവമുണ്ട്. നേപ്പാൾ ലോകത്തിലെ ആ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്നു. ആ നേപ്പാൾ അടുത്ത കാലത്താണ് അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്ത് എന്തായി മാറിയത്? മതനിരപേക്ഷ രാഷ്ട്രമായിട്ട് മാറിയത്. കാരണം അവർ ഈ പാഠം ഉൾക്കൊണ്ടു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന് നിലനിൽക്കാനാവില്ല എന്ന്. മതം ഒരു രാജ്യത്തെയും ഉണ്ടാക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു രാജ്യത്തിൽ സമാധാനവും സ്വൈരജീവിതവും ഉണ്ടായിട്ടില്ല. ഇന്ത്യയില് സമാധാന സ്വൈരജീവിതവും എല്ലാ കാലത്തും ഇങ്ങനെ കുത്തുലഞ്ഞു നിന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനെല്ലാവിടെയും രക്തപ്പുഴകൾ ഒഴുകിയിട്ടുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നടുവിൽ രാജ്യം എന്ന നിലയിൽ നമുക്ക് നിലനിന്ന് പോയതിന്റെ കാരണം നമുക്ക് ഈ ഭരണഘടനയുടെ ഒരു അടിത്തറയും പിൻബലം അത് നൽകിയിട്ടുള്ള ഒരു ധാർമ്മികതയുടെ കരുത്തും എല്ലാം ഉണ്ടായിരുന്നു. ഒക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഭരണഘടന ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറയാൻ ഭരണഘടനയുണ്ട്. ഇവർ ഇതിനായിരിക്കണം നാം നിൽക്കേണ്ടത്, ഇതിനെ ലംഘിച്ചാൽ പോകരുത് എന്ന് പറയാൻ നമുക്കൊരു ഭരണഘടനയുണ്ട്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാൻ ആദ്യം പറഞ്ഞത് വിസ്മരിച്ചു, സമയത്ത് കുറെ പരിപാടികളുണ്ട്. നമുക്ക് ചുരുക്കാം. എങ്ങനെയാണ് ഈ ഭരണഘടന ഉണ്ടായത്? എങ്ങനെയാണ് ഈ ഭരണഘടന ഉണ്ടായത്? പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 വർഷം 17 ദിവസം 11 മാസം 17 ദിവസം ഇത്രയാണ് ഭരണഘടനാ അസംബ്ലി എടുത്ത സമയം. 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചകളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഒരേ സമയം അത്ഭുതവും വിസ്മയവും ആദരവും ഒക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ്. എത്ര കരുതലോടെ ദീർഘവീക്ഷണത്തോടെയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടനയെ രൂപപ്പെടുത്തിയത് എന്ന്. അതിൽപ്പെട്ട 4 വനിതകൾ കേരളത്തിലുണ്ടായിരുന്നു. അതിലൊരാൾ ഈ നാട്ടുകാരിയാണ് എന്ന് കൂടി ഞാൻ സാമ്പത്തികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആ സമയം.
ഈ ആനക്കരയിലാണ് അമ്മസ്വാമിദാസിന്റെ വീട്. 4 വനിതകളുണ്ടായിരുന്നു. അമ്മസ്വാമിദാസൻ, ദാക്ഷായണി വേലായുധ, ആനിമസ്ത്രീ, പിന്നെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോ ആ ഭരണഘടന അതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ചേർന്ന് മാത്രം ഉണ്ടാക്കിയതല്ല. അവരതിന് രൂപഭാവങ്ങൾ നൽകി അതിനെ മൂർത്തമായ ഒരു ഭരണഘടനയാക്കി മാറ്റി. ഭരണഘടന സൃഷ്ടിച്ചത് ആരാണ്? ഭരണഘടന സൃഷ്ടിച്ചത് ജനങ്ങളാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ സൃഷ്ടിയും ഉൽപ്പന്നവുമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. 1930 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയം തയ്യാറാക്കിയത് പക്ഷെ ഗാന്ധിയല്ല, നെഹ്റുവാണ്. നെഹ്റു തയ്യാറാക്കി ഗാന്ധി അവതരിപ്പിച്ച പ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായിട്ട് മാറിയത്. ആ പ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്ടറി പ്രിൻസിപ്പിൾസ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഒരു ഡയറക്ഷൻ കൊടുത്തത്. ഭരണഘടനയ്ക്കുള്ള ഡയറക്ഷൻ, ഇന്ത്യ എന്ന ഭാവി രാഷ്ട്ര സങ്കല്പത്തിനുള്ള ദിശാബോധം നൽകിയത് ആ പ്രമേയമാണ്. അതിവിടെ നിന്ന് ഉയർന്നു വന്നതാണ്, സമരത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. 1930 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1920 വരെ, അല്ലെങ്കിൽ ആ കാലത്തെല്ലാം, 20 വരെയല്ല, ആ കാലത്തെല്ലാം വ്യത്യസ്ത രാഷ്ട്രവീക്ഷണങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ട്. ഭാവി ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയാൽ എങ്ങനെയിരിക്കണം? ഒരു രാഷ്ട്രവീക്ഷണം, 2 രാഷ്ട്രവീക്ഷണങ്ങൾ മതരാഷ്ട്രവീക്ഷണങ്ങളാണ്. ഒന്ന് ഇസ്ലാമിക രാഷ്ട്രമാവണം, മറ്റൊന്ന് ഹിന്ദു രാഷ്ട്രമാവണം. ഇതിൽ രണ്ടിനുമെതിരായി ഒരു മതനിരപേക്ഷ രാഷ്ട്രവീക്ഷണം ഉണ്ടായിരുന്നു. അതാണ് 1930 കറാച്ചി സമ്മേളനത്തിൽ ഗാന്ധി അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. 1921 പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചു. 1929 അതിനു മുമ്പ് പൂർണ്ണ സ്വരാജ് പ്രമേയം 21 സമ്മേളനത്തിൽ, ഗയാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് 2 കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒന്ന് അസഫ് മൊഹാനിയാണ്. അസഫ് മൊഹാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരാൾക്ക് അറിയാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുക്കെ എന്ന വിഖ്യാതമായിട്ടുള്ള ഗസലിന്റെ രചയിതാവായ പ്രസിദ്ധ ഉറുദു കവിയാണ് അസഫ് മൊഹാനി. അദ്ദേഹം അവതരിപ്പിച്ചു സ്വാമി കുമാരാനന്ദ എന്ന വേറൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്താങ്ങൾ. പക്ഷെ അത് മഹാത്മാഗാന്ധി തന്നെ അത് അംഗീകരിച്ചില്ല. ഇപ്പൊ പൂർണ്ണ സ്വരാജിന്റെ സമയമായിട്ടില്ല, ഇപ്പൊ നമുക്ക് പറഞ്ഞുകൂടാം എന്ന് ഗാന്ധിജി പറഞ്ഞു. പക്ഷെ 30 അതിലേക്ക് എത്തിച്ചേർന്നു. പൂർണ്ണ സ്വരാജ് എന്ന ആശയത്തിലേക്ക് 8-9 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് അംഗീകരിച്ചു. അതോടൊപ്പം ഈ പ്രമേയം അംഗീകരിച്ചു. ആ പ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ദിശാബോധം നൽകിയത്. ഞാൻ പറഞ്ഞത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരം ബഹുജന സമരമായി മാറി. ബഹുജന സമരമായി മാറി. തൊഴിലാളികൾ, കൃഷിക്കാർ, സാധാരണക്കാർ ഇവരെല്ലാം പങ്കെടുത്ത വലിയ സമരങ്ങൾ, സഹനങ്ങൾ, മർദ്ദനങ്ങൾ, ലീതറകൾ, തൂക്കുമരങ്ങൾ, വെടിവെപ്പുകൾ ഇതെല്ലാം ഉണ്ടായി ബഹുജന സമരമായിട്ട് മാറി. ആ സമരത്തിന്റെ ആശയമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി വന്നപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ അതിഗംഭീരമായ ലേഖനമാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയം നിരോധിക്കാൻ കഴിയും? രാഷ്ട്രീയം നിരോധിക്കുകയാണെങ്കിൽ ആദ്യം ഭരണഘടന നിരോധിക്കേണ്ടത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രാമാണികമായ രാഷ്ട്രീയ രേഖ ഇന്ത്യൻ ഭരണഘടനയാണ്. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞത്. അപ്പോ ഭരണഘടനയുടെ രാഷ്ട്രീയം എന്താണ്? ഈ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും നീതിയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും രാഷ്ട്രീയമാണ്. അതാരുണ്ടാക്കിയതാണ്? ജനങ്ങൾ ഉണ്ടാക്കിയതാണ്. ഭരണഘടനയും നിയമവും എല്ലാം ആത്യന്തികമായി ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് സുകുമാർ റിപ്പോർട്ട് വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഇന്നലകളിൽ തെരുവിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളാണ് പിന്നീട് നിയമങ്ങളായി മാറിയത് എന്ന് സുകുമാർ റിപ്പോർട്ട് പറഞ്ഞു. തെരുവിൽ മനുഷ്യർ വിളിച്ച മുദ്രാവാക്യം പിന്നെ നിയമമായി മാറി. കൃഷിഭൂമി കൃഷിക്കാരൻ ആദ്യം നിയമസഭ പാസാക്കുകയല്ല ചെയ്തത്. അതിനു മുമ്പ് തെരുവിൽ സമരം നടന്നു. മുദ്രാവാക്യം കേരളത്തിൽ മുഴുവൻ മുടങ്ങിയ മുദ്രാവാക്യമാണ് കൃഷിഭൂമി കൃഷിക്കാരൻ. അവസാനം നിയമസഭ ഭൂപരിഷ്കരണ നിയമം പാസാക്കി. കാരണം ഏത് നിയമമാകട്ടെ, ഏത് ഭരണഘടനയാവട്ടെ, സൃഷ്ടാക്കൾ ജനങ്ങളാണ് എന്നത് ആലങ്കാരികമായി പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ ജനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ അതിന് മൊത്തമായ രൂപവും ഭാവവും കൊടുക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ് എന്നത് ശരിയാണ്. അതാണ് ഈ ജനങ്ങളും ഭരണഘടനയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ്
ജനാധിപത്യം നിലനിൽക്കുന്നത്. ജനങ്ങൾ നിർമ്മിച്ചതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചു പേര് ഇത് തീരുമാനിച്ചതാണെങ്കിൽ ഇത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ സഹായിക്കില്ല. അപ്പോ ഭരണഘടന ജനാധിപത്യത്തെ ആ തരത്തിൽ പൂർണ്ണമായിട്ടും സ്വാംശീകരിക്കുന്നത് ജനങ്ങൾ ശ്രദ്ധിച്ചതാണ് എന്നതുകൊണ്ടാണ്. പിന്നെ സാമൂഹ്യ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അംബേദ്കർ തന്നെ അംബേദ്കറായിട്ടുള്ള ഏറ്റവും വലിയ വക്താവ് നമുക്ക് ഉദ്ധരിക്കാം. അംബേദ്കർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് മാത്രമല്ല ഒരു മുന്നറിയിപ്പ് നൽകി. അംബേദ്കർ പറഞ്ഞത് അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായ സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ഫണ്ടമെന്റലി അൺഡെമോക്രാറ്റിക് ആണ്. അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായ സമൂഹത്തിൽ ജനാധിപത്യം ഒരു മേൽവളം മാത്രമാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഒരു മേൽവളം മാത്രമാണ്. അത് വളർന്നു വരണമെങ്കിൽ, അതിനെ വേര് പിടിക്കണമെങ്കിൽ, ജനാധിപത്യത്തിന് വേര് പിടിക്കണമെങ്കിൽ അത്രയും ജാഗരൂകരായി നാം പ്രവർത്തിക്കണം. ഭരണഘടനാ ധാർമ്മികതയെ നാം ഉൾക്കൊള്ളണം. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന പ്രയോഗം അംബേദ്കർ നടത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ധാരാളം കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്ക് ഭരണഘടനയിലില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊരു വാക്ക് ഭരണഘടന ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അത് ഒരു ഭരണഘടനയോട് ആദരവ് വളർത്തുന്ന ഒരു തത്വമാണ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം അംബേദ്കർ വളരെ യാഥാർത്ഥ്യബോധത്തോടെ പറഞ്ഞു. കാരണം സ്വന്തം അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തെ ഒരു തരത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമല്ല, പക്ഷെ നമ്മൾ ബോധം കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം എന്നാണ്. അപ്പോൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടിയാണ് എന്തെടുക്കുന്നത് ഈ ഭരണഘടന ഒരുക്കുന്നത്. അപ്പൊ അത് നമ്മൾ കാണണം. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തെയാണ്, അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായ ഒരു സമൂഹത്തെയാണ് ഭരണഘടന ഇത്രയും കാലം ഒരുമിപ്പിച്ച് നിർത്തിയത്. വലിയ തോതിൽ നീതി നമ്മൾ കൈവരിച്ചോ എന്ന് വെച്ചാൽ ഈ 4 ലക്ഷ്യങ്ങൾ ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഫ്രാറ്റർനിറ്റി, ഈ 4 ലക്ഷ്യങ്ങൾ കൈവരിച്ചു ഇല്ല, കൈവരിച്ചു കഴിഞ്ഞിട്ടില്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഇനി ദൂരം സഞ്ചരിക്കാനുണ്ട്. പക്ഷെ ഏറെ ദൂരം നാം സഞ്ചരിച്ചു. ഏറെ ദൂരം സഞ്ചരിക്കാൻ നമുക്ക് വഴി കാണിച്ചത് വെളിച്ചമായത് ഈ ഭരണഘടനയാണ്. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പൊ സഞ്ചരിച്ചതിനേക്കാൾ എത്രയോ കാലം ഇനിയും സഞ്ചരിക്കാനുണ്ട്. അത് ഈ ഭരണഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് അതിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതൊക്കെ വേറൊരു മുന്നറിയിപ്പ് കൂടി നൽകി. ഒരു പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയും. 1949 നവംബർ 25-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചകളെല്ലാം ഉപസംഹരിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ള സഭ അംബേദ്കർ നടത്തുന്നത്. അതിഗംഭീരമായിട്ടുള്ള സഭ നവംബർ 26 ഭരണഘടന അഡോപ്റ്റ് ചെയ്യും. അതിന്റെ തലേ ദിവസം ചർച്ച ഉപസംഹരിച്ചുകൊണ്ടുള്ള പ്രസംഗം 49 നവംബർ 26. അതുകൊണ്ടാണ് ഇപ്പോൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുന്നത് 50 ജനുവരി 26, 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടത് എന്നേ ഉള്ളൂ. 49 നവംബർ 26 അഡോപ്റ്റ് ചെയ്തു. 25-നാണ് അംബേദ്കറുടെ പ്രസംഗം. ആ പ്രസംഗത്തിൽ അംബേദ്കർ ചോദിക്കുന്നുണ്ട്, ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കും, ഒരിക്കൽ കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ എന്നേക്കുമായി ആശങ്ക തകർക്കുക. അതിനുത്തരം അദ്ദേഹം പറയുന്നു, നാം രാഷ്ട്രത്തിന് മുകളിലായി മതത്തെ പ്രതിഷ്ഠിക്കുമോ അതോ മതത്തിന് മുകളിലായി രാഷ്ട്രത്തെ പ്രതിഷ്ഠിക്കുമോ, അതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതിന് ഉത്തരം എന്നാണ്. എത്ര ദീർഘവിഷമത്തോടെയുള്ള മുന്നറിയിപ്പായിരുന്നു എന്ന് ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതത്തോടെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ദീർഘവിഷമമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? സ്വാതന്ത്ര്യത്തിന്റെ നിലനിൽപ്പ്. മതത്തിന് മുകളിൽ രാജ്യത്തെ വയ്ക്കുമോ അത് രാജ്യത്തിന് മുകളിൽ മതത്തെ വയ്ക്കും എന്നാണ് അംബേദ്കർ നൽകിയ മുന്നറിയിപ്പ്. അപ്പൊ ആ മുന്നറിയിപ്പ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ എല്ലാ വീടുകളിലും നമുക്ക് സ്ഥാപിക്കേണ്ട ഒന്നാണ് ഈ ഭരണഘടനയുടെ ആമുഖം. എല്ലാ സ്ഥാപനങ്ങളിലും വീടുകളിലും ഇന്ന് നമ്മളെ വഴികാണിക്കേണ്ടത് ഈ ആമുഖമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ബാക്കി ശ്രീ രാജനാരായണ സ്വാമിയുടെ ഒരു മികച്ച പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങൾ എല്ലാവരും അത് സശ്രദ്ധം കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമ്മുടെ കോളേജിന്റെ പേരിൽ ഒരു ഉപഹാരം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ ബെനോറൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു ദേവി മാമിനെ ക്ഷണിക്കുന്നു.
ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത വ്യക്തി ഡോക്ടർ നാരായണ സ്വാമി IAS. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. യു സീ ഫോർ യുവർസെൽഫ്. വെൽക്കം സർ. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശരവതി, വേദിയിലും സദസ്യരായ എൻ്റെ മാന്യ വ്യക്തികൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, തൃത്താലയിലും പരിസര പ്രദേശങ്ങളിലും വിജ്ഞാനത്തിന്റെ പ്രഭാപൂരവും യശോധാവണ്യവും പാലിക്കുന്നത് ഒരു ശുദ്ധ നക്ഷത്രം എന്ന പോലെ പരിലസിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന സന്തോഷം അവാച്യമായ ആനന്ദാനുഭൂതി ഞാൻ ആദ്യമായി ജനാധിപത്യം, ഭരണഘടന, സാമൂഹിക നീതി എന്നിവയെ കുറിച്ചുള്ള ഒരു സെമിനാറിലാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്നത് അക്ഷരാർത്ഥത്തിൽ എന്റെ സന്തോഷത്തെ വിപുലീകരിക്കുന്നു. ഇന്ത്യൻ നവോത്ഥാന പാതയിലെ ഒരു നാഴികക്കല്ലാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയുടെ അന്തസ്സത്ത യഥാർത്ഥത്തിൽ സാമൂഹിക നീതിയും സാമൂഹിക തുല്യതയും ഉണരിനുള്ളിൽ ആത്മശക്തി പ്രണയവിടും സഹജാതരെ ഒഴിപ്പിൻ. ഉള്ളിൽ ആത്മശക്തി പ്രണയവിടും സഹജാതരെ ഒഴിപ്പിൻ. രണപടഹ വടിച്ച് ജാതിരക്ഷ സണവരിടങ്ങളിലൊക്കെ എത്തി നിർമ്മിക്കും. എന്റെ കുമാരനാശാന്റെ സിംഹനാദത്തിലെ വരികളാണ് ഈ അവസരത്തിൽ എന്റെ മനസ്സിൽ. ഇന്ത്യൻ സൊസൈറ്റി വാസ് ലൈക്ക് എ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സമൂഹം ഒരു ബഹുനില കെട്ടിടം പോലെയാണ്. എന്നാൽ ആ ബഹുനില കെട്ടിടത്തിൽ ഒരു എലിവേറ്ററോ ഒരു എസ്കലേറ്ററോ ഉണ്ടായില്ല. 10ാം നിലയിൽ ജനിച്ചവൻ 10ാം നിലയിൽ തന്നെ ജീവിക്കും, 10ാം നിലയിൽ തന്നെ മരിക്കും. 2ാം നിലയിൽ ജനിച്ചവൻ 2ാം നിലയിൽ തന്നെ ജീവിക്കും, 2ാം നിലയിൽ തന്നെ മരിക്കും. താഴത്തെ നിലയിൽ ജനിച്ചവൻ താഴത്തെ നിലയിൽ തന്നെ ജീവിക്കും, താഴത്തെ നിലയിൽ തന്നെ മരിക്കും. ആ സ്ഥിതിവിശേഷത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ആ എസ്കലേറ്ററാണ്, ആ എലിവേറ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനമായ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് ഒരുപക്ഷെ അസാധ്യമായിരിക്കാം. എങ്കിൽ പോലും 14ാം അനുച്ഛേദം റൈറ്റ് ടു ഇക്വാളിറ്റി. അതിനനുബന്ധമായ 15ഉം 16ഉം അനുച്ഛേദങ്ങൾ നമ്മുടെ മൗലിക അവകാശം, അതുപോലെ പ്രധാനപ്പെട്ടതായ ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ, though not enforceable in a court of law. നിങ്ങൾക്ക് അവർക്കും അറിയാം, 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നത് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയി മാറ്റിയത് 86ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എഴുതി ചേർന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു പുതിയ ഒരു അധ്യായം തന്നെയായിരുന്നു. അത് കൂട്ടിച്ചേർന്നെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് റൂൾസ്, ഇതുമായി എല്ലാം ബന്ധപ്പെട്ട നിരവധി സുപ്രീം കോടതി വിധികൾ, ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആരാധനായ മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കേശവാനന്ദ ഭാരതി വിധി മുതൽ നിലവിൽ വന്ന നിരവധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ഹൈക്കോടതി വിധികൾ. കഴിഞ്ഞ 2024 ഏറ്റവും പ്രധാനപ്പെട്ട 2 വിധികൾ ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും. ആദ്യത്തേത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജഡ്ജ്മെന്റാണ്. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനം നിയമം വഴി നിലവിൽ വന്നു എന്നതുകൊണ്ട് മാത്രം അതിന്റെ ന്യൂനപക്ഷ വിധി നഷ്ടപ്പെടുന്നില്ല. ന്യൂനപക്ഷ സ്ഥാപനമായി തന്നെ അത് നിലകൊള്ളും എന്ന് പറഞ്ഞ ചരിത്രപരമായി 1967 ഒരു വിധിയെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് 4:3 മെജോറിറ്റിയിൽ ഒരു 7-അംഗ ബെഞ്ച്, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയുള്ള ഒരു 7-അംഗ ബെഞ്ച് പ്രഖ്യാപിച്ച വിധി ന്യൂനപക്ഷ സമുദായ സംരക്ഷണത്തിന്
ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന് ആ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു തീർച്ചയായും. അതുപോലെ തന്നെ ജയിലുകളിലെ ജാതി വിവേചനം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ജയിൽപ്പുള്ളികളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2024 ചരിത്രപരമായി വിധി. ഒരു കാര്യം സങ്കടത്തോടെ പറഞ്ഞുകൊള്ളട്ടെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വീനെ വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് ഗുരുദേവൻ പറഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ചരിത്രപരമായി ആ വിധി നിലവിൽ. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഈ നാട്ടിൽ നടമാടിയിരുന്ന ജുഗുപ്സാവഹമായ ഒരു ജാതി വ്യവസ്ഥ. കൂടാത്തവർ വീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുണ്ടോ, വിട്ടില്ലാത്തോ തമ്മിൽ ഉണ്ണാത്തവർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി പോകരങ്ങൾ. ആ ജാതി വ്യവസ്ഥയ്ക്ക് ഒരു പരിധി വരെയെങ്കിൽ റെവോല്യൂഷൻ വട്ടച്ചവലിക്കുന്ന ചരിത്രപരമായ അനുച്ഛേദം ചേർത്തുകൊണ്ട് അതിന് പൂർണ്ണ വിരാമം ഒഴിവാക്കിക്കാൻ ഭരണഘടനയ്ക്ക് കഴിഞ്ഞു എന്നതൊരു ചരിത്രം തന്നെ. കാരണം നരൻ അശുദ്ധ വസ്തുവാണ് പോലും, തറയിൽ നടപ്പത് തിണ്ടലാണ് പോലും എന്ന മഹാകവി കുമാരനാശന്റെ വരികൾ ഞാൻ ഈ വേളയിൽ ഭിക്ഷുവിയില് ജാതി ചോദിച്ചതില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞ പ്രശസ്തമായ വരികൾ ചോദിക്കുന്നു. നാമ വരണ്ടോ വിധി വേണ്ട തനിക്ക് നീ എന്നുടനെ കരപുടം വീട്ടിന് ചെന്നടിന്റെ മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ല മോഹൻലാൽ തന്വിയാണ് അവിടെ ചല്ലൻ വിരുമ്പല എന്ന് പറഞ്ഞ വരികൾ ഈ വേളയിൽ. തീർച്ചയായിട്ടും സാമൂഹിക നീതിയുടെ പാതയില്, സാമൂഹിക തുല്യതയുടെ പാതയില് നമുക്ക് ഈ ബഹുദൂരം മുന്നോട്ട് പോകാം. വൈലോപ്പള്ളിയുടെ വരികള് മനസ്സിലെ ഓടിയെത്തുന്നു. ഉച്ചൂടും മുന്നേറിയും നിന്നപ്പം എത്തിയില്ലല്ലോ, ഉച്ചൂടും മുന്നേറിയും നിന്നപ്പം എത്തിയില്ലല്ലോ, അച്ചൂണ്ട് വിരലോളം വളർത്തിയില്ലല്ലോ നമ്മൾ. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം കൈവരിച്ച് ഇത്രയേറെ സംവത്സരങ്ങൾ കടന്നു പോയിട്ട് നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണെന്ന സത്യം വിസ്മരിച്ചിട്ടുണ്ട്. രമാ ബിജാപൂർക്കർ NCAR ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് പറഞ്ഞ വരികളുടെ മനസ്സിനെ ഓടിയെത്തുന്നു. Which India and whose India are you talking about? Which India and whose India are you talking about? There is one India whose proud inhabitants enjoy higher per capita income than Brazil. That includes you and me, the salaried class. There is a larger one that is slightly poorer than Indonesia. But there is also a third one, more than double in size of the sum of the first two, which is almost as poor as Bangladesh. Most Indians do not work in the organized sector. Most Indians do not work in the organized sector. Their well-being cannot be discerned from the subjective data maintained by Indian corporate houses. What makes them spend is a financial misoptimism that something, somewhere, somehow will come. ആ ഇന്ത്യക്കാരന്റെ ആ മിസ്ഓപ്റ്റിമിസത്തിന് ഒരു പൂർണ്ണ വിരാമം ഇടുകയാണ് യഥാർത്ഥത്തിൽ സാമൂഹിക നീതിയുടെ, സാമൂഹിക തുല്യതയുടെ. അത്തരുള്ളവനും ഭാരം ചുമത്തുന്നവനും അവശനമാത്തനും അലംബഹീനം അടങ്ങുന്ന ഒരു ജനവിഭാഗത്തിന് അത്താണിയായി തീരുക, അവന്റെ കണ്ണീരൊപ്പുക. അതാണ് യഥാർത്ഥമായ സോഷ്യൽ ഇക്വാലിറ്റി. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ നാടിന്റെ മക്കളാകുവാൻ, സന്തതികളാകുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം. സ്വാതന്ത്ര്യത്തിന്റെ പുഷ്പവും സംശുദ്ധവും ആയ വായു ശ്വസിക്കാൻ കഴിയുന്നില്ല. മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി വിശേഷിപ്പിച്ച ഭാരതത്തിനോട് വിട പറയുവാൻ കഴിയുന്നതിന്റെ പിന്നില് സേവനത്തിന്റെ, ത്യാഗത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ, അർപ്പണ മനോഭാവത്തിന്റെ ഉദാത്തമായി പൊരുതി നേടിയെടുത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്, ആ പൊരുതി നേടിയെടുത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് പൂർണ്ണമായ രൂപവും ഭാവവും അർത്ഥവും വ്യാപ്തിയും ലഭിക്കണമെങ്കിൽ സാമ്പത്തികമായ, സാമൂഹികമായ സ്വാതന്ത്ര്യം. അതാണ് ഈ സെമിനാറിന്റെ യഥാർത്ഥ ഉദ്ദേശം. എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാം, എങ്ങനെ സാമൂഹിക സ്വാതന്ത്ര്യം കൈവരിക്കാം, ഉച്ചനീചത്വങ്ങൾ എങ്ങനെ ഉച്ചാടനം ചെയ്യാം, ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം എങ്ങനെ കുറയ്ക്കാം, അകത്തും പുറത്തുമുള്ള ചിത്രശക്തികള് ഉയർത്തുന്ന വെല്ലുവിളികൾ എങ്ങനെ നേരിടാം, എങ്ങനെ ഭരണഘടന
സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ അടിമ ശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രമെന്ന് വെള്ളത്തോട് മാപ്പിൽ കുറിച്ചിട്ട വഴികൾക്ക് മാറ്റം വരിക. അതാണ് ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം. കാമതം സ്വൈരവശിച്ച് ദിവ്യ സൗധേയമിപ്പൂ മുതലാളി വീരൻ അവർക്ക് വിട്ടുതീർത്തവരോ വിശപ്പാൽ വല്ലേടവും വീട് മരിച്ചിരുന്നു എന്നൊരു സാധ്യത. ഡെസ്റ്റിനി നോക്കി പോകുകയാണ്. ബഹുമാനായ മന്ത്രി ആദരണീയനായ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു. വളരെ പ്രസക്തമായ അതുപോലെ തന്നെ പ്രസക്തമാണ് ഡെസ്റ്റിനി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നാം നമ്മുടെ ജനതയ്ക്ക് നൽകിയ ഡെസ്റ്റിനി. Long years ago we made a destiny. And now the time comes to redeem our cuts. എങ്ങനെ? Not body or in full measure, but in substantially. And the struck of the midnight hour when the world sleeps, India will awake. Emotica, peace and freedom. Peace, freedom. ആ ഫ്രീഡത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്, സാമൂഹിക സ്വാതന്ത്ര്യമുണ്ട്, പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമല്ല. പീസ് ആൻഡ് ഫ്രീഡം. ആ ടെസ്റ്റിമെന്റ് ഡെസ്റ്റിനിയെ ഒരു ടെസ്റ്റിമെന്റ് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ സെമിനാറിന്റെ ആത്യന്തികമായ ലക്ഷ്യം. Let not the locusts of despair destroy the harvest of India's freedom. Let not the locusts of despair destroy the harvest of India's freedom. ഇത് സാധനപ്രായമാകണമെങ്കിൽ നമ്മുടെ ഭരണഘടന നിലനിൽക്കണം. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഭരണഘടനയുടെ അന്തസ്സിന് അന്തസ്സത്തയ്ക്ക് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് ഒട്ടം തട്ടാതെ നാം ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം. പണ്ഡിത കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. അതാണ് ഈ സെമിനാറിന്റെ പ്രസക്തി. അമ്പ ഭാരത ധാത്രികൃത്തിനാൽ വെറുതെയും ചുംബനം ചെയ്തു തൻ സ്വരം പതറവേ എന്നാണ് ഈ ശങ്കരക്കുറുപ്പ് പാടിയത്. ജീവനന്ദിനി ചിരംജീവ ചിരംജീവ എന്നേരത്തെയുമായി നിലനിൽക്കുന്നത് ചിരംജീവ. ജീവനന്ദിനി ചിരംജീവ. സ്വാതന്ത്ര്യ പാവന ജ്വാലാനാളമങ്ങോളം ജ്വലിക്കട്ടെ. ആ പാവന ജ്വാലാനാളമങ്ങോളം ജ്വലിക്കണം. അതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് സ്വാതന്ത്ര്യ സമരകാലത്ത് നാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങള്? കവി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാരത മതങ്കജം ചങ്ങല പൊട്ടിച്ചത്, ഭാരതമാകുന്ന മതങ്കജം ചങ്ങല പൊട്ടിച്ചത് എന്തിനാണ്? പാലിനെ ചതച്ചുകൊണ്ട് അങ്ങിന്ന് പറയാനല്ല. അതാണ് പീസ്. എന്തിനാണ്? വാരിയിൽ വീഴിക്കപ്പെട്ടുഴലും തൻ കൂട്ടരെ ചേർത്ത തുമ്പിക്കയ്യാൽ പിടിച്ചു കൊണ്ടാനൊക്കെ. ആ വാരിയിൽ വീഴിക്കപ്പെട്ടുഴലുന്ന തൻ കൂട്ടരെ, അത് രാഷ്ട്രങ്ങളായിക്കൊള്ളട്ടെ വ്യക്തികളായിക്കൊള്ളട്ടെ, ആ വാരിയിൽ വീഴിക്കപ്പെട്ടുഴലും തൻ കൂട്ടരെ ചേർത്ത് തുമ്പിക്കയ്യാക്കി പിടിച്ചു പൊക്കുന്ന ഒരു തലമുറയാണ്. ആ തലമുറയെ വാർത്തെടുക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഈ സെമിനാറിന്റെ സബ്ജക്ട് തെരഞ്ഞെടുപ്പോൾ ഉദ്ദേശിച്ചതെന്ന് പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ വേദിയെ സാക്ഷി നിർത്തി, മഹത്തായ സദസ്സിനെ സാക്ഷി നിർത്തി പറയുവാൻ കഴിയും. നമ്മുടെ യുവതലമുറ എല്ലാം തന്നെ ഊർജത്തിന്റെ ഉറവിടങ്ങളാണ്, ശക്തിയുടെ സ്രോതസ്. പക്ഷെ കഷ്ടകാലമെന്ന് പറയട്ടെ, അവരുടെ കർമ്മശേഷി പലപ്പോഴും വഴിതെറ്റി ഒഴുകി വിനാശം വിതയ്ക്കുന്ന നാടിനെ ഭീകരവാദത്തിലേക്കും മറ്റും നയിക്കുന്ന കഷ്ടകരമായ കാഴ്ച. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് അവർ ഉറങ്ങിക്കിടക്കുന്ന സർഗശേഷികളെ തട്ടി ഉണർത്തി, അവരുടെ സുഷുപ്തമായ സുലീനമായ സർഗവാസനകളെ തട്ടി ഉണർത്തി അതിനെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ട രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിലേക്ക് അവരെ പങ്കാളികളാക്കുന്ന വേദികളുടെ കൂട്ടായ്മകളുകൂടാണ് നാഷണൽ സെമിനാർ. നാഷണൽ സെമിനാർ വെറും ചർച്ചയ്ക്കുള്ള വേദിയല്ല, അത് സ്നേഹം പങ്കിടലിന്റെ വേദി കൂടാണ്, അത് നെറ്റ്വർക്കിംഗിന്റെ വേദി കൂടാണ്, അത് മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും സമഭാവനയുടെയും സദ്ഭാവനയുടെയും ബീജാവാപം ചെയ്യുന്ന വേദികളാണ്. എങ്കിൽ മാത്രമേ അർത്ഥമുള്ളൂ. ഒരു പുതുവത്സരം പിറന്ന ശേഷം 17 വൈകിട്ട് ദിവസങ്ങൾ മാത്രമേ കടന്നുള്ളൂ. ഓരോ പുതുവത്സരവും
മനുഷ്യസ്നേഹത്തിലൂടെ ജീവിത സാക്ഷാത്കാരം. അതാണ് പുതുവർഷത്തിന്റെ സന്ദേശം. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നടക്കുന്ന ഡെമോക്രസി, സോഷ്യൽ ജസ്റ്റിസ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ 3 പില്ലേഴ്സിനെ സംബന്ധിച്ച് നടത്തുന്ന ഈ സെമിനാർ വളരെയേറെ പ്രസക്തി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യമെങ്കിൽ ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ കൊടുത്തിയ ഭദ്രദീപമാണ് ലലാട കലകളിലെ തിലകമാണ് സാമൂഹിക. ഒരു നാട്ടിലെ പ്രശ്നങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട്, വിശ്ലേഷണം ചെയ്തുകൊണ്ട്, വിലയിരുത്തിക്കൊണ്ട് അതിന് നീതിയുക്തമായ, യുക്തിസഹജമായ, ക്രിയാത്മകമായ, ഭാവനാപൂർണമായ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അതിനെ പ്രായോഗിക തലത്തിലേക്ക് ആനയിക്കുകയാണ് ജനാധിപത്യത്തിന്റെ പ്രധാന ഡ്യൂട്ടിയെങ്കിൽ, പ്രധാന പങ്കെങ്കിൽ. ആ പങ്കിന്റെ ആത്മാവ് തീർച്ചയായിട്ടും സാമൂഹിക നീതിയാണ്. പാതിരാവിൽ തൻ തലയുടെ മേൽ വിടുതൽ ചെയ്യാത്തവരായി, പാതിരാവിൽ തലയുടെ കെട്ടിപ്പിടിച്ച് കരയാത്തവരാണെങ്കിൽ ദുഃഖം ജീവിതത്തിന്റെ ഭാഗമാണ്. പാതിരാവിൽ തൻ തലയുടെ മേൽ വിടുതൽ ചെയ്യാത്തവരായി കൃഷ്ണനാരായണ ഗുരുസാറിന്റെ കവിതയാണ്. അന്തിയിൽ ദുഃഖത്തിന് സവർണ ഭിത്തിയെ കണ്ടെത്തിടാത്തവരായി ആരും അറിയില്ല എന്തിൽ ഈ നോവിന്റെ വീണയിൽ വിട്ട് ഞാൻ നിൽക്കും. ഇത് ചിന്തിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന് സാമൂഹിക തുല്യതയുടെ, സാമൂഹിക നീതിയുടെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കേണ്ട, ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാളായി പ്രവർത്തിക്കേണ്ട, ഇന്ത്യൻ ഭരണഘടനയെ ഉപാസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ഈ യുവതലമുറയാണ്. ഈ വേദിയെ സാക്ഷ്യപ്പെടുത്തുന്നത് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ രവിശങ്കറിന്റെ ഒരു പ്രശസ്തമായ വചനം മനസ്സിലെ കൂടിയെത്തിച്ചു. Look at children as bad thieves. Go beyond the wrapper. Every child is a precious gift. എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കണം. അവരുടെ ആ പ്രകൃതിയെ തേച്ച് മിനുക്കി കാന്തിയും മൂല്യവും വാറ്റിടുന്ന വജ്രങ്ങളാക്കി, വൈഡൂര്യങ്ങളാക്കി, പവഴങ്ങളാക്കി കൊടുക്കുന്ന വേദികളാണ്. സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിർന്നില്ല. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കണം ഒരു നാഷണൽ സെമിനാർ നമ്മുടെ യുവതലമുറയിൽ ഉദ്ദീപിപ്പിക്കേണ്ട അടിസ്ഥാനപരമായ വികാരം? അത് എമ്പതിയാണ്. എന്താണ് എമ്പതി? Put yourself in another person's shoes. അന്യന്റെ വീക്ഷണകോണത്തിലൂടെ, ഇന്നത്തെ സാധാരണക്കാരന്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതം കാണാനുള്ള കഴിവാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിന്റെ മക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാഞ്ചയുള്ള, അഭിനിവേശമുള്ള ഒരു തലമുറയുടെ പ്രതിനിധികളായി അവരെ വാർത്തെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സെമിനാറുകളുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മുടെ എഡ്യൂക്കേഷൻ 6.0 എന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്താണ് എഡ്യൂക്കേഷൻ 6.0യുടെ നട്ടലിൽ എഴുതുന്നു? ഒരു നട്ടല് സസ്റ്റൈനബിലിറ്റിയാണ്, വേറൊന്ന് ടെക്നോളജിയാണ്, മൂന്നാമത്തേത് ഇതിനെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ മനുഷ്യത്വം വളർത്തുകയാണ്. ഹ്യൂമാനിസം, ടോളറൻസ്, അഡ്വഞ്ചർ ഓഫ് ഐഡിയാസ്, സച്ച് ഫോർട്യൂൺസ് ആണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഭരണഘടനയെ മുറുകെ പിടിക്കുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ ഇവിടുത്തെ പ്രയർ സോങ് ഞാൻ ഓർത്തു നോക്കുകയാണ്. സ്വാഗതകാരൻ അല്ലെങ്കിൽ പ്രാർത്ഥനാകാരൻ ഇവിടെ നിർഭയമാകുന്നു മനസ്സെന്നാണ്. മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. അതുകൊണ്ട് ഗീതാഞ്ജലിയുടെ വരികളാണ്. ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ. അതാണ് സാമൂഹിക നീതി, സാമൂഹിക തുല്യത. എല്ലാവർക്കും മൈൻഡ് വിതൗട്ട് ഫിയർ ആയിട്ട്, എല്ലാവർക്കും ഹെഡ് ഹെൽഡ് ഹൈ ആകാനുള്ള അവസരം ലഭിക്കും. മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ. Where words come out from the depth of truth, let heaven have freedom, my Father, let my country awake. ആ awakening ആയി, ആ ഉയർത്തെണീപ്പായി, ആ ഉണർത്ത് പാട്ടായി ഈ സെമിനാർ നിലവിൽ കേരളൂർ വിഭാരണ ഈ മാതായി വിദ്യാലയം എല്ലാവരും പുറകിൽ സംശയിച്ചു. അതിൻ്റെ തുടക്കം വികാരാവേശം, വിവേകത്തിനും
പ്രസംഗം പ്രവർത്തിക്കും വഴിമാറപ്പെടുന്ന ഒരു വേദിയായി, സേവന മുദ്രാവാക്യമായി, ത്യാഗം ജീവിതപഥമായി സ്വീകരിച്ച് ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ഒരു വേദിയായി തീരണം എന്നൊരു വേള ആശിച്ചുകൊള്ളട്ടെ, ആശംസിച്ചുകൊള്ളട്ടെ, പ്രാർത്ഥിച്ചുകൊള്ളട്ടെ. എനിക്കറിയാം, ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണ് നിൽക്കുന്നത്. ചോരന്മാർ ഉടുക്കുന്തോറും ഏറിയോ മേന്മ നൽകും ഭരിച്ചാലും വിദ്യതന്നെ നൈനം ചിന്തന്റെ ശസ്ത്രാണി നൈനം ദഹവിഭാവ നഛേദം വേദയന്ത്യാപോ നശോഷയിലുമായിരുന്നു. അതാണ് വിദ്യാഭ്യാസം. പച്ചമലയാളത്തിലേക്ക് തന്നില്ല അഗ്നിനിത്യത്തത് കത്തനക്കത്തത് അത്യുഗ്ര ശസ്ത്രവും ലേശമേക്കാത്തതായി വിദ്യ രക്ഷായുധമൊന്നു നൽകിയില്ലയോ സഭ്യസാക്ഷാത്കാരം. ആ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സാധിക്കണമെങ്കിൽ education does not begin with the learning of the alphabet and something else. Literacy is not the end of education, nor even the beginning of it. പാവക്കിടാവൻ കിടത്തിൽ പിരിഞ്ഞ ഉവളച്ചാത്തോട് അതിൽ ഗുണമേ അമ്മലക്കൈയില താളം പിടിച്ചുകൊണ്ട് അമ്മയായി പാടി നോക്കുകയും. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഒരു കുഞ്ഞിന് തന്റെ ഇഷ്ടപ്പെട്ട TV പരിപാടി അവൻ ഏത് രീതിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ കാണുന്നു, അതേ രീതിയിൽ അതേ സന്തോഷത്തോടെ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, ആ പുസ്തകങ്ങൾ, ആ പാഠ്യപദ്ധതിയെ അപ്രോച്ച് ചെയ്യാനൊക്കെ സാധിക്കും. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുള്ളൂ. മാമ്പഴം എന്ന പ്രശസ്തമായ കവിത മനസ്സിനെ കൂടിയെത്തുന്നു. മാമ്പഴം കൊടുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൺപുറം മലർക്കൊല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട്. വാക്കുകൾ കുട്ടിച്ചൊല്ലാൻ വയ്യാത്ത ഇടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞനെ തോന്നില്ല. വാക്കുകൾ കുട്ടിച്ചൊല്ലാൻ വയ്യാത്ത ഇടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞനെ തോന്നില്ല. അങ്ങനെ വാക്കുകൾ കുട്ടിച്ചൊല്ലാൻ വയ്യാത്ത ഇടങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഇത്തരത്തിലുള്ള നാഷണൽ സെമിനാറുകൾക്ക്, ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക്, ഇത്തരത്തിലുള്ള ഭരണഘടനയെ കുറിച്ചുള്ള ചർച്ചകൾക്ക്, ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക്, ഇത്തരത്തിലുള്ള സാമൂഹിക നീതിയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് നിർവഹിക്കാനുള്ളതാണ് യാതൊരു സംശയം. കിരീടവും ചാർത്തി അംഗവിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൽ നാരായണകളിൽ. കിരീടവും ചാർത്തി അംഗവിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൽ നാരായണകളിൽ. ശ്രീ യേശു ലോ ഇൻ ടെക്സ്റ്റും ലോ ഇൻ കണ്ടക്സ്റ്റും തമ്മിൽ ഒരുപാട് ലോ ഇൻ ടെക്സ്റ്റ് ആൻഡ് ലോ ഇൻ കണ്ടക്സ്റ്റ്. ആ അന്തരം മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള അന്തരം, ആ അന്തരം മാനവികതയെ ഊട്ടി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള, ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തരം. ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ മൂലക്കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് മനുഷ്യത്വം ആവാഹിക്കാനുള്ള വേദികളായി തീരണം ഇത്തരത്തിലുള്ള സംസ്കാരം. സ്നേഹിക്കലിനെ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത തത്വശാസ്ത്രത്തെ സ്നേഹിക്കൗണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെ ഒരൊറ്റ മണം ഉലകിൽ വീഴാം പ്രേമമെന്നല്ലോ പരണ്ട നമ്മെ പാലമൊന്നും പാർവണ ശിശുവിപ്പോ. ഭരണഘടനയുടെ ആമുഖം വായിച്ചാൽ കാണുന്നത് അത് തന്നെയാണ്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം പരസ്പര സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ കൂടിയാണ്. അതുകൊണ്ട് പഴക്ക നമ്മെ പാലം കൂട്ടുന്ന പാർവണ ശിശുബിംബമായ പരസ്പര സ്നേഹം, പഴക്കെ നമ്മെ പാലം കൂട്ടുന്ന പാർവണ ശിശുബിംബമായ പരസ്പര സ്നേഹം സങ്കുചിതത്വത്തിന്റെ കന്മതികളെ തച്ചു മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഇടയാകുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന നീളാൾ വാഴട്ടെ. ഇന്ത്യൻ ഭരണഘടനയിലെ ആശയങ്ങളും അഭിലാഷങ്ങളും ആ ഭരണഘടന സൃഷ്ടിച്ചവർ എന്ത് മനസ്സിൽ കൊണ്ടു നടന്നോ അതേ രീതിയിൽ നടപ്പാക്കാൻ നാം ഓരോരുത്തർക്കും കഴിയുവാനില്ലാത്തതാണ്. ഗാന്ധിയൻ ആദർശങ്ങളെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അതാണ് ഗാന്ധി അപ്പൂപ്പൻ. ആരിലും കനിവുള്ളവൻ കുഴിന്നു നുള്ളുവാൻ പോലും കൈമറയ്ക്കും ദയാമയനാണ്. ഇതയും ഖുറാനും ബൈബിളും
വളർത്തിയെടുത്ത അമൃതമായിരുന്നു ഗാന്ധിജി. അതെ, ഒരേ സമയം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും, ഒരേ സമയം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും. ഈശ്വരൻ സത്യമാണെന്ന് പറയുന്നതിനേക്കാൾ സത്യം ഈശ്വരനാണ് എന്ന് പറയാൻ ഇഷ്ടപ്പെട്ടത്. ഇത് തന്നെയാണ് നമ്മുടെ ഭരണഘടനാ കൃത്യങ്ങൾ. ഗാന്ധിജിയുടെ 4 വാക്കുകൾ ശ്രമിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിലെ അന്തസ്സത്ത് നമുക്ക് മനസ്സിലാവും. എന്താണ്? അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, അതാണ് അംഗീകാരം. മനസ്സിന് കുടുക്കുത്തേകുന്ന ആനന്ദം, മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം, മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത എല്ലാം കൊള്ളയാണെന്ന് ജീവിതം ആഴി പോലെ അനന്തമാണ്. അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്ന ഒരു കൈക്കുമ്പിൾ ജലം മാത്രം. ആഴമേറിയിടുന്നവർ ആഴി കടക്കലും ആഴത്തെ വെള്ളത്തിൽ മുങ്ങി വലിക്കണം. ആഴമേറിയിടുന്നവർ ആഴിയാണ് കടന്നത്, പക്ഷെ മുങ്ങി വലിക്കുന്ന ആഴത്ത് വെള്ളത്തിലാണ്. ജീവിതം ആഴി പോലെ അനന്തമാണ്. അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്ന ഒരു കൈക്കുമ്പിൾ ജലം മാത്രമാണ്. കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ, അങ്ങനെ സഹായഹസ്തവുമായി പാഞ്ഞെത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിപ്പെടുത്തിയായിരുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. ഞാൻ ആദ്യം ഒരിക്കൽ കൂടെ ആവർത്തിച്ചു കൊള്ളട്ടെ. ആ കുടിനീര് കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ, ആ ദരിദ്ര നാരായണന് സഹായഹസ്തവുമായി പാഞ്ഞെത്തുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് സാമൂഹിക നീതിയുടെ, സാമൂഹിക തുല്യതയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത. പരിപൂർണമായും വിശ്വസിക്കുവാനും ആശിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയും. കോടിച്ചേരി ആസ്ഥാനത്തെ Let this seminar attain its noble objectives. In today's world, there are many who live in air-conditioned rooms, who need sleeping pills to sleep. The challenge before us is to air-condition our minds. The challenge before us is to air-condition our minds, for that the control of our mind must be firmly in our hands. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ കൂലംകുത്തി ഒഴുക്കിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിന് നേരായ ദിശ എന്താണ്? നേരായ ദിശ സാമൂഹിക തുല്യതയുടെ ദിശ, സാമൂഹിക നീതിയുടെ ദിശ. അത് നൽകുന്ന ഒരു ദിശാസൂചികയായി സെമിനാർ തീരുവരയാകുമാറാകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഗഗന കൂടാരം തുറന്നു മുമ്പ് വന്ന് അകലെ എന്നാലും പ്രകാശം 75 വർഷമായി പ്രകാശ ഗോപുരമായി പരിലസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഈ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പ്രകാശം ഒഴിച്ചിരിക്കാൻ ഇടയാകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചെന്നവാരതയുടെ കൈകളിൽ പിടിക്കുവാൻ ഇന്നപ്പോൾ സമാന്തരം വായുന്ന പാടങ്ങളെ, റെയിൽപ്പാടങ്ങളെയാണ് പുലരിക്കടർന്ന് ഉന്നതിയെ കലർത്തുന്ന പുതിയ വെളിച്ചം ഞങ്ങളിൽ ആ പുതിയ വെളിച്ചം ഈ എത്രയോ തലമുറകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ മനസ്സാക്ഷി, ഈ രാഷ്ട്രത്തിന്റെ മനസ്സിൽ അപ്പരബ്രഹ്മം ഞാനെന്ന് കൂടുന്ന ഒരു അപ്പനത്തിലൂടെ കണ്ടറിയാണ്. അതാണ് മനസ്സാക്ഷി. കാലമായി കാതരനാമിവർ കാത്തിരുന്നിടുന്നു കൺമതിൽക്കപ്പുറം. അതാണ് മനസ്സ്. ആ മനസ്സിലെ മനസ്സാക്ഷിയെ പിടിച്ചുകൊണ്ട്, ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ സമരകാലത്ത് നാം ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഒരു പരിധി വരെയെങ്കിലും ഈ നാഷണൽ സെമിനാറിന്റെ കഴിവരയാകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിന്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ കോളേജിന്റെ പേരിൽ ഒരു ഉപഹാരം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സമർപ്പിക്കുന്നതിനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിദ്ധു മാമിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. Next item on our agenda is to give felicitations.
College Council Secretary to give the speech. എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടന വേദിയിലെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഏറ്റവും ആദരണീയനായ വിശിഷ്ടാതിഥി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി IAS ഗവർണർ, സെമിനാർ കോർഡിനേറ്റർ ശ്രീമതി റീന ടീച്ചർ, അഞ്ജലി ടീച്ചർ, ജ്യോതിഷ് കുമാർ, കോളേജ് യൂണിയൻ ചെയർമാൻ കാർത്തിക് രാജ്, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, മറ്റ് സുഹൃത്തുക്കൾ, ഒരുപാട് നാള് കാത്തിരുന്ന നമുക്ക് ഇന്ന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ഈ സെമിനാർ ഒരുപക്ഷെ ഇതിനകം തന്നെ അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ പകുതിയെങ്കിലും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് കരുതാം. രാവിലെ 10 മണിക്ക് വളരെ പ്രസക്തമായ ഒരു വിഷയത്തിൽ ശ്രീ കുമരേശൻ രാജ സാറിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ആദരണീയനായ മിനിസ്റ്റർ പങ്കെടുത്ത, MP രാജേഷ് അവർ പങ്കെടുത്ത ഉദ്ഘാടന പ്രസംഗം നടന്നു. ഈ സമുദ്രത്തിന്റെ ഉള്ളിൽ നമുക്ക് പെറുക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് മുത്തുകൾ വാരി വിതറി നമുക്ക് ഏറെ പ്രിയപ്പെട്ട ശ്രീ രാജു നാരായണസ്വാമി അവരുടെ സെഷനും കഴിഞ്ഞു. വാസ്തവത്തിൽ നമ്മുടെ സെമിനാറിന്റെ ലക്ഷ്യം കുറേയൊക്കെ നമ്മൾ സാധൂകരിച്ചു എന്നുള്ളതാണ്. ഇതുപോലൊരു കോളേജിൽ, ഇതുപോലൊരു വേദിയിൽ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ കോളേജുകൾക്ക് ഇത് അനുവദിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ സംഘാടകർ എന്തൊക്കെയാണോ ലക്ഷ്യം കണ്ടത് അത് അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ പ്രയർ സോങ്ങും ഉദ്ഘാടനം ചെയ്ത രീതിയുമൊക്കെ അതിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒന്നായിരുന്നു. കൺഗ്രാറ്റ്സ് കോർഡിനേറ്റർ ആൻഡ് ദ ടീം. ഇനിയും നമുക്ക് 2 സെഷനുകളുണ്ട്. അതിൽ ഇത്തരം വിഷയങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളാം. നോക്കൂ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും ആവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നു, വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അതിന് പ്രചാരം കൊടുക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത് പറഞ്ഞ പോലെ 75 വർഷമായി നിലവിലുള്ള ഒരു ബുക്ക് അല്ലെ കുറിച്ച് നമ്മൾ ഇനിയും ചർച്ച ചെയ്യുന്നു, ഇനിയും അതിന്റെ ഇന്ററാക്ഷൻസിലേക്ക് പോകുന്നു. അത് ആവശ്യമാകുന്നു. കാരണം എപ്പോഴൊക്കെയാണോ നമ്മുടെ കാലഘട്ടത്തിന് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് അവിടെയൊക്കെ ഇത്തരം സിംപോസിയംസ്, ചർച്ചകൾ ഏറ്റവും പ്രധാനമാണ്. വാസ്തവത്തില് യുനെസ്കോ പോലും പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം നമ്മുടെ ഈ വ്യത്യാസങ്ങളെ മാറ്റി നിർത്താൻ, ഡൈവേഴ്സിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അത് പ്രാവർത്തികമാകണമെങ്കിൽ സിലബസിന്റെ അപ്പുറം നമ്മൾ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വിഷയം മാറിപ്പോയാലും നടത്തുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്, ഇംഗ്ലീഷാണ്, ഒക്കെ ആണെങ്കിലും അതിനപ്പുറം നമ്മൾ എല്ലാവരും ഇതിന്റെ ഭാഗമാക്കുകയും അത്തരം ചർച്ചകളിൽ പങ്കെടുക്കുകയും അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും I am confident that this academic exercise will empower the people who present here, and I extend all the best wishes. Okay, thank you. ആശംസ അറിയിക്കുന്നതിനായി നമ്മുടെ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കാർത്തിക് രാജിനെ ഒരുപാട് തിരക്കുകളിലായിട്ടും നമ്മുടെ ഈ കൊച്ചി ക്യാമ്പസിലേക്ക് വന്ന നമ്മുടെ മിനിസ്റ്റർ MP രാജേഷ് സാറും, നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ രാജനാരായണ സ്വാമി സാറും, നമ്മുടെ പ്രിൻസിപ്പൽ സിന്ധു മിസ്സും, മറ്റു വിശിഷ്ടാതിഥികളും മറ്റു ടീച്ചേഴ്സും
മറ്റ് ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളും എല്ലാ വിദ്യാർത്ഥികളെയും ആദ്യമേ എൻ്റെ നമസ്കാരം. നമുക്കറിയാം, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മൾ ഇന്ത്യയാണ്. ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ ഇന്ത്യയുടെ തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് നമ്മളുടെ ഭരണഘടന തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജാതിമത പ്രശ്നങ്ങളാണ്. അതിനെതിരെ നാം ഓരോരുത്തരും ചെറുത്തു നിൽക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിലാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ പ്രോഗ്രാമിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കോളേജ് ഓഫീസ് സൂപ്രണ്ട് ജ്യോതിഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ സിന്ധു ടീച്ചർ, ഈ കോൺഫറൻസിന്റെ ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ എം പി രാജേഷ് അവറുകൾ, ഇതിൽ നിന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ചീഫ് ഗസ്റ്റായിട്ട് നമ്മളോട് നൽകുന്ന രാജനാരായണ സ്വാമി അവറുകൾ, ഈ ഇതിൻ്റെ പരിപാടിക്ക് ചുക്കാൻ പിടിച്ച മീന ടീച്ചർ, അഞ്ജലി ടീച്ചർ, നമ്മുടെ കോളേജ് കൊമേഴ്സ് വിഭാഗം മേധാവി സാറ്, പ്രിയപ്പെട്ട അഞ്ജൻ കാർത്തിക്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ടീച്ചർമാരെ, പ്രിയപ്പെട്ട അഞ്ജന്മാരെ, അനുജത്തിമാരെ, ശരിക്കും ഞാൻ ഇതിലും നല്ലൊരു ആശംസ അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലും നല്ലൊരു പരിപാടി നമുക്ക് അവതരിപ്പിക്കും. ഇതിന് ആശംസ അർപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം വെച്ചാൽ അത്രയും ഹൃദയസ്പർശിയായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന, അല്ലെ ഓരോരുത്തരും വിദ്യാർത്ഥികളാകുന്നിരിക്കുന്ന ഓരോരുത്തരും വിദ്യാർത്ഥിയാകുന്ന രീതിയിൽ വളരെ ലളിതമായി ആ വിഷയം അവതരിപ്പിച്ച നമ്മുടെ മന്ത്രി പി രാജേഷ്, ശരിക്കും ഒരു തുടക്കം തന്നെ വളരെ നൈസായിട്ട് വളരെ നല്ല രീതിയിൽ എങ്ങനെ അത് മറ്റൊരു പഠനത്തിന് എങ്ങനെ ആദ്യം പാകപ്പെടുത്തി എടുക്കുന്ന രീതിയിലേക്ക് അതെടുത്തു. ശരിക്കും എന്തുമാത്രം നമ്മൾ ചിന്തിക്കേണ്ട എന്തുമാത്രം അറിവുകളാണ് ഈ രണ്ടുപേരുടെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളെ ഇവിടെ പലരും PhD എടുക്കുമ്പോൾ അതിലൊക്കെ വിപുലമായ അറിവായിട്ട് തന്നെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിൻ്റെ കൂടെ പോകുന്ന പഠനവും അതോടൊപ്പം തന്നെ സമൂഹത്തിലേക്കുള്ള കാഴ്ചപ്പാടുകളിലും കൂടി കിട്ടിയ അറിവുകൾ അത് ശരിക്കും നമ്മളുടെ മനസ്സിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലും നല്ലൊരു പ്രോഗ്രാം, ഇതിലും വലിയ വിശിഷ്ട അതിഥികളെ നമുക്ക് ഈ പ്രോഗ്രാം ഒരിക്കലും കിട്ടില്ല. അതിന് വേണ്ടി ശ്രമിച്ച ഇതിൻ്റെ കൺവീനർമാരെ, പരിപാടി നടത്തിയ കൺവീനർമാരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അവർക്ക് എൻ്റെ എല്ലാവിധ ശരിക്കും അവരോടുള്ള ഈ പരിപാടി അവതരിപ്പിച്ച അവർക്ക് എല്ലാവിധ നന്ദി എടുക്കുവാണ്. ഞാൻ ശരിക്കും ഇവിടെ നിൽക്കുമ്പം എനിക്ക് ശരിക്കും ഒരു വിദ്യാർത്ഥിയുടെ ഒരു ലെവലിലേക്കാണ് വന്നത്. കാരണം വെച്ചാൽ ഏകദേശം ഒരു 30 വർഷം മുമ്പ് ഞാൻ പ്രീഡിഗ്രി പഠിക്കുന്ന സമയത്ത് അങ്ങനെ എൻ്റെ നാട്ടിലുള്ള കാവിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോഴുണ്ട്. ആ അമ്പലത്തിൽ ഞാൻ പ്രീഡിഗ്രി പഠിച്ച സമയത്ത് ഞാൻ ദൂരെ നിന്ന് കൗതുകത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നോക്കിയിരുന്ന ഒരു ആളാണ് ഇന്ന് നമ്മുടെ ഈ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന രാജനാരായണ സ്വാമി. കാരണം വെച്ചാൽ അദ്ദേഹം രാവിലെ അമ്പലത്തിൽ വരുമ്പോൾ തുറന്ന് ചുറ്റും അമ്പലത്തിന് ചുറ്റും ചുറ്റും വലം വെക്കുമ്പോൾ പ്രീഡിഗ്രി പഠിച്ചവരുടെ ഞങ്ങൾ അഭിമാനത്തോടുകൂടി അതോടൊപ്പം കൗതുകത്തോടുകൂടി ആദരവോടുകൂടി ദൂരെ നിന്ന് ഞങ്ങൾ IAS 1ാം റാങ്കോടുകൂടി പാസ്സായ ആളാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾക്കന്ന് ഇന്നത്തെ പോലെയല്ല. ഇന്ന് ചെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചെന്ന് ഹായ് എന്ന് പറഞ്ഞ് ഒരു സെൽഫി എടുക്കുന്ന അന്നത്തെ കാലമൊന്നുമല്ല ഞങ്ങളന്ന്. അന്ന് ആദരവുള്ള ആളെ ദൂരെ നിന്ന് നമുക്കൊന്ന് ചെന്ന് മിണ്ടാൻ പോലും ഒരു മനസ്സ് വരില്ല. കാരണം ആദരവോട് ദൂരെ നിന്ന് കണ്ട ഒരു വ്യക്തിയുടെ ഇന്ന് അതേ വ്യക്തിയോടെ നിന്ന് ഒരു സ്റ്റേജിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ഇതിലും വലിയൊരു ഭാഗ്യം എനിക്ക് ജീവിതത്തിലുണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത്രയും വലിയ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടെ ഇന്ന് ഈ വേദിയിരിക്കുന്നത്. ഈ ഒരു ഭാഗ്യം കിട്ടിയത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. എൻ്റെ എല്ലാ
ഞാൻ എന്തെങ്കിലും പുണ്യം നേടുന്ന ആ പുണ്യം എല്ലാം ഈ ഒരു പരിപാടിയിലെ അതെല്ലാം അവർ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് അതിന് സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ വിജയകരമായി തീരാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. I invite Ms. Reyes, Head of the Department of English, to give vote. ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു മാഡം, പാർലമെന്ററി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബഹുമാനിയായ ഡോക്ടർ രാജനാരായണ സ്വാമി അവർ, വേദിയിൽ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിനോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷും IQACയും നമ്മുടെ കോളേജിൽ IQACയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനാധിപത്യവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഭരണഘടനയുടെ പങ്ക് എന്ന ഈ സെമിനാറിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് ഏറ്റവും നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ആദ്യം തന്നെ ഈ ഒരു സെമിനാറിലേക്ക് വിളിച്ച ഉടനെ, നമ്മൾ ക്ഷണിച്ച ഉടനെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ഈ ഒരു ചെറിയ കോളേജിലേക്ക് എത്തിച്ചേർന്ന നമുക്ക് ഈ ഒരു ചടങ്ങ് വളരെ നല്ല രീതിയിൽ ഇനോഗ്രേറ്റ് ചെയ്തു തന്ന നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ MP രാജേഷ് അവർക്ക് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ കോളേജിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കട്ടെ. അടുത്തതായി വളരെ സുദീർഘവും എന്നാൽ വളരെ അർത്ഥവത്തമായ ഒരു പ്രസംഗത്തിലൂടെ നമ്മളെല്ലാം പിടിച്ചിരുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ രാജനാരായണ സ്വാമിക്ക് കോളേജിന്റെ പേരിലും IQACയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു ടീച്ചറിന് നമ്മുടെ കോളേജിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരുന്ന കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷറഫുദ്ദീൻ കളത്തിൽ സാറും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നന്ദി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ജയകൃഷ്ണൻ സാർ, നമ്മുടെ മിടുക്കനായ യൂണിയൻ ചെയർമാൻ കാർത്തിക് രാജ്, നമ്മുടെ ഓഫീസ് പ്രതിനിധിയായ ജ്യോതിഷ് സാർ, PTA പ്രതിനിധിയായി എത്തിച്ചേർന്ന വേണുഗോവിന്ദൻ സാർ എന്നിവർക്കും കോളേജിന്റെ പേരിലും സെമിനാറിലെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഹൃദയകരമായ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ ഒരു സെമിനാറിന്റെ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന രാവിലെ നമ്മുടെ ഒരു സെമിനാർ നടത്തി തന്ന റിസോഴ്സ് പേഴ്സൺസിനെ പ്രത്യേകമായി നന്ദി അറിയിക്കേണ്ടതാണ്. നമ്മുടെ ഈ ഒരു പരിപാടിയിലെ റിസോഴ്സ് പേഴ്സൺസ് ആയ ഡോക്ടർ കുമരേശ്വൻ രാജ സർ, സാനന്ദ് സർ, വിനോദ് സർ എന്നിവർക്കും കോളേജിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ മറ്റു കോളേജിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും എത്തിയ ഓരോ പാർട്ടിസിപ്പൻസിനോടും നമ്മുടെ കോളേജിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ നമ്മുടെ ഈ സെമിനാർ നടത്താൻ വേണ്ടി നമ്മളെ സഹകരിച്ച ഇന്നലെ നമുക്കിവിടെ കലോത്സവമായിരുന്നു. അതിന്റെ ഒരു തരത്തിലുള്ള ക്ഷീണവും കാണിക്കാതെ വളരെ ഊർജ്ജസ്വലമായി ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി നമ്മളെ സഹകരിച്ച എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളോടും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് തന്നെ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ കോളേജിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഔപചാരികതയുടെ പേരിലാണെങ്കിൽ ഈ ഒരു സെമിനാർ ഇത്രയും നന്നായി നടത്താൻ വേണ്ടിയിട്ട് സഹായിച്ച ഈ സെമിനാറിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അഞ്ജലി ടീച്ചറിന് എന്റെ വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചീഫ് പാട്രണായിട്ടുള്ള ഡോക്ടർ സുജാത മാഡം, NSS മാനേജ്മെന്റ്, അതിനൊപ്പം തന്നെ
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, ഈ ഒരു സെമിനാർ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിനോടും അതിലെ ജീവനക്കാരോടും നമ്മുടെ കോളേജിന്റെ പേരിലും വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി. ഈ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സർ.